PV അൻവർ അഴിച്ചുവിട്ട കലാപം അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലും ആകാതെ കെട്ടടങ്ങി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും കൗതുകരമായിട്ടുള്ള ഒരു വശം. അപ്പോഴും അൻവർ ധരിച്ചത് മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഇടപെട്ട് അദ്ദേഹത്തിന് ന്യായമായ ഒരു ബർത്ത് നേടിക്കൊടുക്കും എന്നാണ്. അതുണ്ടായില്ല. പാണക്കാട്ട് ചെന്നപ്പോഴും കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ ചെന്നപ്പോഴും അൻവറിന് അവിടെ നിന്ന് ചായ കിട്ടി, അല്ലെങ്കിൽ സുലൈമാനി കുടിക്കാൻ കിട്ടിയെന്നുള്ളതിനപ്പുറത്ത് ഒരു വിശേഷം ഉണ്ടായില്ല. ഇപ്പോൾ അൻവറിൻ്റെ കാര്യം കഷ്ടത്തിലായി. അതേ UDFലും ഇല്ല, LDFലും ഇല്ല. അദ്ദേഹം പിണറായിസത്തിനും എതിരാണ്, സതീശനിസത്തിനും എതിരാണ്. ഇനി അദ്ദേഹം BJPക്കാർ പിന്തുണ പ്രഖ്യാപിക്കുമെന്നാണ് എൻ്റെ പേടി. ഏതായാലും വലിയ മത്സരമാണ് നമ്മുടെ നിലമ്പൂരിൽ അരങ്ങേറാൻ പോകുന്നത്. ആകെ ചെയ്തിട്ടുള്ളത് ഈ മതമൗലികവാദികൾക്കും തീവ്രവാദികൾക്കെതിരായിട്ട് ശബ്ദമുയർത്തുക എന്ന കാര്യം. അത് അദ്ദേഹത്തിൻ്റെ പിതാവും ചെയ്തിരുന്നതാണ്. ആര്യാടൻ മുഹമ്മദിൻ്റെ മകനായതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം ആ നിലപാട് ഉറച്ചു നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് മതമൗലികവാദികളുടെയോ തീവ്രവാദികളുടെയോ ഒന്നും വോട്ട് ന്യായമായിട്ട് ഷൗക്കത്തിന് പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. ഇനി ആരെങ്കിലും ചെയ്താൽ പുള്ളിക്ക് തടയാനും പറ്റുകയില്ല. അത്രേ ഉള്ളൂ. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് UDFും LDFും തമ്മിലുള്ള നേർക്ക് നേർ പോരാട്ടമായിട്ട് മാറിയിരിക്കുകയാണ്. PV അൻവർ അഴിച്ചുവിട്ട കലാപം അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലും ആകാതെ കെട്ടടങ്ങി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും കൗതുകരമായിട്ടുള്ള ഒരു വശം. അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായിരുന്ന അനിശ്ചിതത്വം മാറി. ആര്യാടൻ ഷൗക്കത്തിന് ആദ്യമേ തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളെല്ലാവരും അത് അംഗീകരിച്ചു. ആർക്കും എതിരഭിപ്രായമൊന്നും ഉണ്ടായില്ല. PV അൻവറിന് മാത്രമാണ് ചെറിയൊരു മനപ്രയാസം ഉണ്ടായിരുന്നത്. അദ്ദേഹം അത് തുറന്ന് പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന് UDFിൽ പ്രവേശനം ലഭിക്കണം എന്ന ആവശ്യമാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. പക്ഷേ അതും നടപ്പാകുകയില്ല എന്ന ഘട്ടത്തിലേക്ക് വന്നു. അദ്ദേഹം VD സതീശനെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. അതുകൂടി അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ പൂർണ്ണമായിട്ട് ഇല്ലാണ്ടായി എന്നുള്ളത് വ്യക്തമാണ്. അപ്പോഴും അൻവർ ധരിച്ചത് മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഇടപെട്ട് അദ്ദേഹത്തിന് ന്യായമായ ഒരു ബർത്ത് നേടിക്കൊടുക്കും എന്നാണ്. അതുണ്ടായില്ല. പാണക്കാട്ട് ചെന്നപ്പോഴും കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ ചെന്നപ്പോഴും അൻവറിന് അവിടെ നിന്ന് ചായ കിട്ടി, അല്ലെങ്കിൽ സുലൈമാനി കുടിക്കാൻ കിട്ടിയെന്നുള്ളതിനപ്പുറത്ത് ഒരു വിശേഷം ഉണ്ടായില്ല. പിന്നെ പുള്ളി വിചാരിച്ചു ഇനി KC വേണുഗോപാൽ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യും എന്ന്. അതും സംഭവിച്ചില്ല. ഏതായാലും രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധി ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കും എന്ന യാതൊരു പ്രതീക്ഷയില്ല. അങ്ങനെ അൻവർ UDFനെ ശപിച്ചുകൊണ്ട് അസോസിയേറ്റ് മെമ്പർ സ്ഥാനം പോരാ എന്ന ശാഠ്യവുമായിട്ട് അവിടുന്ന് പടിയിറങ്ങിയിരിക്കുകയാണ്. ഇനി പുറത്തു നിന്ന് പുള്ളി എന്ത് ചെയ്യും എന്ന് നമുക്കറിയില്ല. പക്ഷേ അൻവറിൻ്റെ പോരാട്ടം പിണറായിസത്തിനെതിരായിട്ടാണ്. പിണറായിസത്തെ തോൽപ്പിക്കാനായിട്ട് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയാണോ അതോ പുറകിൽ നിന്ന് കുത്തുകയാണോ വേണ്ടത് എന്ന് അദ്ദേഹം തന്നെ ആലോചിച്ച് തീരുമാനിക്കട്ടെ. അതുപോലെ തന്നെ സതീശനോടാണ് ഇപ്പോൾ പുള്ളിക്ക് കൂടുതൽ വിരോധം. അദ്ദേഹത്തിന് പിണറായിസത്തോടാണോ സതീശനിസത്തോടാണോ കൂടുതൽ വെറുപ്പ്, കൂടുതൽ വിദ്വേഷം? ആരെ തോൽപ്പിക്കാനാണ് പുള്ളിക്ക് കൂടുതൽ താല്പര്യം എന്ന് നമുക്ക് വ്യക്തമല്ല. കാരണം ഒരാൾ തോൽപ്പിച്ചാൽ മറ്റയാൾ ജയിക്കും, മറ്റയാളെ ജയിപ്പിച്ചാൽ ഇയാൾ തോൽക്കും എന്ന അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. LDF ഒരുപാട് ആലോചിച്ചു, പൊതു സ്വതന്ത്രന്മാരെ അന്വേഷിച്ചു, പിന്നെ പാർട്ടിയുടെ DYFI നേതാക്കൾ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കളെയൊക്കെ ആലോചിച്ച് ഏതാണ്ട് നോമിനേഷൻ കൊടുക്കേണ്ട സമയം കഴിയാറായപ്പോഴാണ് M സ്വരാജ് എന്ന പേരിലേക്ക് എത്തിയത്. ഈ വീട്ടിൽ സ്വർണം വച്ചിട്ട് എന്തിന് നാട്ടിൽ തേടി നടപ്പൂ എന്ന പഴയ മണപ്പുറം ഫിനാൻസിൻ്റെ ഈ പ്രചരണഗാനം പോലെ നിലമ്പൂർക്കാരനായ സ്വരാജ് തൃപ്പൂണിത്തുറയിൽ തോറ്റ് ഒറ്റക്കാലിൽ നിൽക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഷറഫലിയെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നിലമ്പൂർ ആശുപത്രിയിലെ ഡോക്ടറെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ച സ്ഥാനാർത്ഥിയെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. സർവ്വർക്ക് സമ്മതനായ ധീരവീര ശൂര പരാക്രമിയായ വിപ്ലവകാരിയായ സ്വരാജ് അവിടെ നിൽക്കുകയാണ്. അതേ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ്, പിന്നെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ്. VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വിധിച്ച ആളാണ്. ഹമാസിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച ആളാണ്. പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കരുത് എന്ന് ശാഠിച്ച ആളാണ്. ഇത്രയൊക്കെ മതിയല്ലോ നിലമ്പൂർ മത്സരിക്കാനും ജയിക്കാനും. ആര്യാടൻ ഷൗക്കത്തിന് ഇത്രയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് AK ആൻ്റണിയെ മുക്കാലിൽ കെട്ടി ചാട്ടവറൗണ്ട് അടിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നയസമീപനങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ല. ആകെ ചെയ്തിട്ടുള്ളത് ഈ മതമൗലികവാദികൾക്കും തീവ്രവാദികൾക്കെതിരായിട്ട് ശബ്ദമുയർത്തുക എന്ന കാര്യം. അത് അദ്ദേഹത്തിൻ്റെ പിതാവും ചെയ്തിരുന്നതാണ്. ആര്യാടൻ മുഹമ്മദിൻ്റെ മകനായതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം ആ നിലപാട് ഉറച്ചു നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് മതമൗലികവാദികളുടെയോ തീവ്രവാദികളുടെയോ ഒന്നും വോട്ട് ന്യായമായിട്ട് ഷൗക്കത്തിന് പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. ഇനി ആരെങ്കിലും ചെയ്താൽ പുള്ളിക്ക് തടയാനും പറ്റുകയില്ല. അത്രേ ഉള്ളൂ.
പക്ഷേ സ്വരാജിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ജിഹാദിക്കാരുടെയും ജിഹാദികളുടെയും രാജ്യത്ത് വിധ്വംസക പ്രവർത്തനം ചെയ്യുന്ന ആളുകളുടെയൊക്കെ കണ്ണിലൂടെയാണ് അദ്ദേഹം. പാർട്ടി നിലപാടിൽ നിന്ന് കുറച്ച് വ്യതിചലിച്ചിട്ടാണ് പുള്ളി എപ്പോഴും സ്റ്റാൻഡ് എടുക്കുക. ഹമാസിന് നിരുപാധിക പിന്തുണ CPM പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചു. അങ്ങനെ ഹമാസ് അനുകൂലികളുടെ വലിയ സൈദ്ധാന്തിക പിന്തുണയുള്ള ആളാണ്. പ്രായോഗികമായിട്ട് എത്ര വോട്ട് വീഴും നമുക്കറിയില്ല. പാകിസ്ഥാൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെയാണ്. പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കരുത്, അവരെ മുറിവേൽപ്പിക്കരുത്, യുദ്ധം വലിയ അധർമ്മമാണ്, ആ യുദ്ധം കൊണ്ട് ആരും ഒന്നും നേടുന്നില്ല എന്ന വളരെ ഗാന്ധിയൻ സിദ്ധാന്തമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പഹൽഗാമിൽ തീവ്രവാദികൾ ആക്രമണം നടത്തിയപ്പോൾ പുള്ളിക്ക് യാതൊരു വിഷമമൊന്നും തോന്നിയില്ല. നേരെ മറിച്ച് ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിക്കും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഒരു സൈനിക നടപടി പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം ആർദ്രമായി. പാകിസ്ഥാനിലെ പാവപ്പെട്ട ആൾക്കാരെ ഇന്ത്യ മിസൈൽ അയച്ച് കൊല്ലുന്നത് ശരിയല്ല എന്ന ധാർമ്മിക നിലപാട് അദ്ദേഹം ഫേസ്ബുക്കിൽ മാത്രമല്ല, കോട്ടയത്ത് വന്ന് കൃഷ്ണപിള്ള ഓഡിറ്റോറിയത്തിൽ നടത്തിയ പ്രസംഗത്തിൽ വരെ ആഞ്ഞടിച്ച് പറഞ്ഞു. അത് യുദ്ധം എന്ന് പറയുന്നത് ഏത് നിലയ്ക്ക് ഒഴിവാക്കേണ്ടതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അങ്ങനെ ഒരു പോത്തുകല്ല് റസലായിട്ട് നിൽക്കണം അദ്ദേഹം. ബർട്ടൺ റസൽ മാത്രമാണ് ഇതുപോലെ യുദ്ധത്തിനെതിരെ ഇത്ര ശക്തമായ നിലപാട് സ്വീകരിച്ചത്. അങ്ങനെ ഒരു ഭാഗത്ത് സമാധാനത്തിൻ്റെ വെള്ളിൽ പറവയായിട്ട് സഖാവ് സ്വരാജ് മത്സരിക്കുന്നു, മറുഭാഗത്ത് ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നു. നിലമ്പൂരിലെ പ്രബുദ്ധരായ ജനങ്ങൾ ആരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ഏതായാലും തീരുമാനം വോട്ടർമാരുടെയാണ്. പാവ അൻവറിൻ്റെ കാര്യം കഷ്ടത്തിലായി. അതേ UDF ഇല്ല, LDF ഇല്ല. അദ്ദേഹം പിണറായിസത്തിനും എതിരാണ്, സതീശനിസത്തിനും എതിരാണ്. ഇനി അദ്ദേഹം BJPക്ക് കാര്യം പിന്തുണ പ്രഖ്യാപിക്കുമെന്നാണ് എൻ്റെ പേടി. ഇദ്ദേഹത്തിൻ്റെ പിന്തുണ കിട്ടിയാലത് പേടിച്ചിട്ടാണ് BJP സ്ഥാനാർത്ഥിയെ നിർത്താത്തത് എന്ന് കേൾക്കും, നമുക്കറിയില്ല. BJPയുടെ അവസാന സമയത്ത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ ഉന്തിത്തള്ളി രംഗത്ത് കൊണ്ടുവരുമോ എന്നും അറിയില്ല. BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് ഒരു കാര്യമില്ല, യാതൊരു ഫലവുമില്ല. നിലമ്പൂരിൽ കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ഇത്തവണ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ, രണ്ട് മുന്നണികൾ തമ്മിൽ ഏറ്റുമുട്ടലാണ്. മിക്കവാറും സ്ഥലത്തും അങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. തൃക്കക്കരയിൽ അതാണ് സംഭവിച്ചത്, പുതുപ്പള്ളിയിൽ അതാണ് സംഭവിച്ചത്. പാലക്കാട്ടെ സ്ഥിതി വ്യത്യാസമുണ്ട്. അവിടെ BJP ആണ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി, അല്ലെങ്കിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ BJP ആണ്. ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്താണ്. ചേലക്കരയിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ചേലക്കരയിൽ BJP സ്ഥാനാർത്ഥി വലിയ മുന്നേറ്റം നടത്തി. മൂന്നാം സ്ഥാനത്താണെങ്കിൽ പോലും ശക്തമായ മത്സരം നടത്തി അവിടെ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ സ്ഥലമാണ്. നേരത്തെ അരുവിക്കരയിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ സാമാന്യ നിയമത്തെ സാധൂകരിക്കുന്ന അപവാദങ്ങൾ മാത്രമാണ്. ഇപ്പോൾ നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ, ആ മണ്ഡലത്തിൻ്റെ സാമുദായികവും രാഷ്ട്രീയമായിട്ടുള്ള ഒരു പശ്ചാത്തലം, പാരമ്പര്യം പരിശോധിച്ച് നോക്കിയാൽ BJPക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. ഒരു സ്ഥാനാർത്ഥി നിർത്തിയാൽ സ്ഥാനാർത്ഥി ധൈര്യമായിട്ട് തോക്കും. കെട്ടിവച്ച കാശ് പൊതു ഖജനാവിലേക്ക് മുതൽക്കൂട്ടും എന്ന് മാത്രമല്ല, പൊതു തെരഞ്ഞെടുപ്പിൽ കിട്ടിയേക്കാൾ കുറഞ്ഞ വോട്ടാണ് കിട്ടാൻ സാധ്യതയുള്ളത്. അത് മത്സരിക്കാതിരിക്കാന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിപൂർവമായ തീരുമാനം. ആ ഒരു തീരുമാനത്തിലാണ് അവർ നിൽക്കുന്നത്. ഇനി അതിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമുക്ക് പറയാനായിട്ടില്ല. ഏതായാലും വലിയ മത്സരമാണ് നമ്മുടെ നിലമ്പൂരിൽ അരങ്ങേറാൻ പോകുന്നത്. പിന്നെ സ്വരാജിനെ സംബന്ധിച്ചോളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നാട്ടിലെ മിക്കവാറും സാംസ്കാരിക നായകന്മാരും നായികമാരും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് ഇവർക്ക് ആർക്കും വോട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവരുടെ പിന്തുണ കൊണ്ട് പ്രത്യേകിച്ച് വല്ല വോട്ട് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. നിലമ്പൂർ പോലൊരു സ്ഥലത്ത് സാംസ്കാരിക നായകരുടെ അഭിപ്രായം കേട്ട് ശാരദക്കുട്ടിയോ KR മീരയുടെയോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിജീവികളുടെ ചിന്തകന്മാരുടെയൊക്കെ വോട്ട്, അല്ല അവരുടെയൊക്കെ അഭ്യർത്ഥന കേട്ട് വോട്ട് ചെയ്തവർ എത്ര പേരുണ്ടെന്ന് നമുക്കറിയില്ല. ഏതായാലും ഇവരൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകൾ സാധാരണ രക്ഷപ്പെടാറില്ല എന്നുള്ളതാണ് ഇതുപോലെയുള്ള നാട്ടു നടപ്പ്. ഏതായാലും സാംസ്കാരിക നായകരുടെ പിന്തുണ ഉണ്ടായിട്ട് ജയിക്കാനാണ് അദ്ദേഹത്തിന് വിധിയെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. ഏതായാലും നിലമ്പൂരിൽ അതിഗംഭീരമായൊരു തെരഞ്ഞെടുപ്പ് നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പിണറായി വിജയൻ്റെ അത്യുത്തമ ശിഷ്യനായ സ്വരാജാണ് ആനയെ മയക്കുന്ന അരിങ്കോടർ എന്ന് പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് നിൽക്കുന്നത്. അങ്കത്തട്ടിൽ ഈ കണ്ണപ്പ ചേകവരുടെ മകനായ അരിങ്കോടർ, അല്ല കണ്ണപ്പ ചേകവരുടെ മകനായിട്ടുള്ള ആരോമൽ ചേകവർ ആയിട്ട് ആര്യാടൻ ഷൗക്കത്ത് നിൽക്കുന്നു. ആരായിരിക്കും മുറിച്ചുരുക കൊണ്ട് ആരുടെ കഴുത്തായിരിക്കും മുറിക്കുക എന്ന് പറയാനായിട്ടില്ല. ഏതായാലും അംഗം ഗംഭീരമായിട്ട് എന്ന് മാത്രം ആശംസിക്കുന്നു.